വെൽക്കം ടു ഇമ്പൾ. സോ അരിത്തീമിയയ്ക്ക് ശേഷം അല്ല അഞ്ജനയ്ക്ക് ശേഷം വരുന്നതാണ് അരിത്തീമിയ. അതെ, ആരതി, അരിത്തീമിയ, അഞ്ജന എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പേരിടാൻ പറ്റുന്ന ഒരു പേരാണ് അരിത്തീമിയ. സോ അരിത്തീമിയ ദാറ്റ് മീൻസ് ഇറഗുലർ ആയിട്ടുള്ള കാർഡിയക് ഋതത്തിനെയാണ് നമ്മൾ അരിത്മിയ അല്ലെങ്കിൽ അരിത്തീമിയ എന്ന് പറയും. നമ്മൾ മലയാളിവത്കരിച്ച് അരിത്തീമിയ എന്നും ഇംഗ്ലീഷ്കാർ അരിത്മിയ എന്നും പറയാം. ഓക്കെ, സോ ബേസിക്കലി സഡനായിട്ട് കാർഡിയാക് ഡെത്ത് വന്ന് തട്ടിപ്പോകുന്ന ഒരു കേസാണ് അരിത്തീമിയ എന്ന് പറയുന്നത് കേട്ടോ. സോ അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് വരുന്നു. എങ്ങനെ അബ്നോർമൽ ആയിട്ട് വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് വരിക? അതായത് നമ്മുടെ ഹാർട്ടിൽ പ്രോപ്പറായിട്ട് സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടക്ഷൻ നടക്കുന്നില്ല അല്ലേ? അത് കാരണമാണ് വരിക അല്ലേ അരിത്മിയ വരിക. സോ ഞാൻ എപ്പോഴും പറയുമ്പോൾ ആൻറ്റി ചേർത്ത് പോകും കേട്ടോ. സോ ഓൾറെഡി നമ്മൾ ഹൈപ്പർ ടെൻഷൻ പഠിച്ചു, അതിനുശേഷം അഞ്ജന പഠിച്ചു. സോ ഹൈപ്പർ ടെൻഷൻ നമ്മൾ പയ്യെ പഠിച്ചു, ആൻഡ് അതിനുശേഷം പഠിച്ച അഞ്ജന ഇച്ചിരി സ്പീഡ് പഠിച്ചു അല്ലേ? സ്പീഡ് പഠിക്കാൻ എന്താ, നമ്മൾ ഓൾറെഡി അതിൽ പല ട്രക്സും പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സമയം കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അരിത്മിയ അങ്ങനെയല്ല, കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ട സാധനമാണ്. സോ അരിത്മിയ ആണെങ്കിൽ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ 3 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ഏജന്റ്. എന്താണ് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ഏജന്റ് ആണ്. സോ ഇതിനകത്ത് തന്നെ വീണ്ടും സബായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മോഡറേറ്റ്ലി ഡിക്രീസിങ്, ലിറ്റിൽ ഡിക്രീസിങ് ആൻഡ് മാർക്ക്ഡ് ഡിക്രീസിങ്. നിങ്ങൾക്ക് അത്രയും ബുദ്ധിയുണ്ട്, അത്രയും ഓർമ്മയുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ഡ്രഗ്സുകൾ മാത്രം പഠിക്കുക. ക്യൂരിഡിൻ ഉണ്ട്, ആൻഡ് ലിഡോക്കെയിൻ ഉണ്ട്, ആൻഡ് പ്രൊപ്പഫോൺ ഉണ്ട്. സോ ക്ലാസ് 2 ആണെന്നുണ്ടെങ്കിൽ എസ്മലോൾ, ആൻഡ് ക്ലാസ് 3 ആണെന്നുണ്ടെങ്കിൽ അമ്യോഡെറോൺ ആൻഡ് ഡെഫിറ്റ്ലൈഡ് ആണ്, ആൻഡ് ക്ലാസ് 4 ആണെങ്കിൽ വരാപ്പമൈൽ ഡിൽറ്റിയാസോ ആണ്. സോ ഡ്രഗ് ഫോർ PSVT ഉണ്ട്, ഡിജോക്സിൻ ഉണ്ട്. സോ ബേസിക്കലി ഇതിലുള്ള പല ഡ്രഗ്സുകളും നിങ്ങൾ വേറെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ അതിലൊന്നും വറീഡ് ആവണ്ട, അത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുക ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ആൻഡ് ഡ്രഗ് ഫോർ PSVT എന്നായിരിക്കും പഠിക്കണ്ടാവുക. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ അത് പഠിക്കാൻ താല്പര്യമില്ല, ഞാൻ ത്രിപാഠിയെ പഠിക്കുകയുള്ളൂ എന്ന് പറയുവാണെങ്കിൽ ഇത് പഠിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. സോ മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ഉണ്ട്. സോ കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ വരാപ്പമയിലും ഡിൽറ്റിയാസും കിടപ്പുണ്ട്, ആൻഡ് ആൻറ്റി അഡ്രിനർജിക്കിൽ പ്രൊപ്പനോൾ കിടപ്പുണ്ട്. സോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാം. സോ ഇനി അടുത്തൊരു ചോദ്യം, ഇങ്ങനെ ഈ PSVT പറയുന്നത് എന്താ? PSVT പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡി ആണ് PSVT പറയുക. സോ ഇത്രയും പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് PSVT എന്ന് പഠിക്കാം. ഓക്കെ, സോ ഇത്രയാണ് എളുപ്പം. സോ ഇത് പഠിക്കാനായിട്ട് സം ബ്ലോക്ക് പൊട്ടാസ്യം ചാനൽസ് എന്നൊരു ഷോർട്ട് ഫോം പഠിച്ചാൽ ഇത് ഡ്രഗ്സ് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. സം ബ്ലോക്സ് പൊട്ടാസ്യം ചാനൽ. സോ സം മീൻസ് സോഡിയം ചാനൽ ബ്ലോക്ക് ക്ലാസ് 1, ആൻഡ് ബ്ലോക്ക് മീൻസ് ക്ലാസ് 2 ആൻറ്റി എരിത്തീമിയ. പൊട്ടാസ്യം മീൻസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക്, ചാനൽ മീൻസ് കാൽഷ്യം ചാനൽ ബ്ലോക്ക്. സോ ഇങ്ങനെ നമുക്ക് ആൻറ്റി എരിത്തീമിയ ഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാമെന്നാൽ ഞാനൊക്കെ ആണെങ്കിൽ ഈ സാധനം മറന്നു പോകും കേട്ടോ. സം ബ്ലോക്സ് പൊട്ടാസ്യം ചാനൽ എന്നുള്ള സംഭവമേ മറന്നു പോകും, കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല, ക്ലാസ് 1 ക്ലാസ് 2 എഴുതണം എന്നില്ല. വേണമെങ്കിൽ സോഡിയം ചാനൽ, ബീറ്റാ ബ്ലോക്കേഴ്സ്, പൊട്ടാസ്യം ചാനൽ ആൻഡ് കാൽഷ്യം ചാനൽ എഴുതാം. നമ്മുടെ ഹൈപ്പർ ടെൻഷനിൽ പഠിച്ച സെയിം ക്ലാസിഫിക്കേഷൻ എഴുതാം. ആരും ഒന്നും പറയില്ല, മാർക്കും കുറയ്ക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. സോ ഫസ്റ്റ് വൺ ഈസ് ക്യൂനിഡിൻ ആണ്. സോ ക്യൂനിഡിൻ എന്ന് പറയുന്നത് ഡെക്സ്ട്രോ ഐസോമർ ആണ്. സോ ക്യൂനിഡിന് വേറൊരു യൂസും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു ആൻറ്റി മലേറിയൽ ആൽക്കലോയിഡൽ ക്യുനൈൻ ആണ് കേട്ടോ. ഫൗണ്ട് ഇൻ സിങ്കോണ ബാർക്ക്. നമ്മളെ ഫാർമക്കോഗ്നോസ് നമ്മൾ പഠിച്ചതാണ്. സോ സിങ്കോണ ബാർക്കിൽ കാണുന്ന ഒരു ആൻറ്റി മലേറിയൽ ആൽക്കലോയിഡ് ആണ് ആര്? ക്യൂനിഡിൻ എന്ന് പറയുന്നത്. സോ ആൻറ്റി അരിത്തീമിയ മെഡിസിൻ ആണ്. സോ ബേസിക്കലി ഇറഗുലർ ഹാർട്ട് ബീറ്റ് ശരിയാക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു ഡ്രഗ് ആണ് എന്ത്? ക്യൂനിഡിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് സോഡിയം ചാനൽ ബ്ലോക്കേജ്. സോ ക്യൂനിഡിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ സോഡിയം ചാനൽ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ചുകൊണ്ട് റാപ്പിഡ് ഡീപോളറൈസേഷൻ, അത്രയ്ക്കൊന്നും പോകണ്ട, നമുക്ക് ജസ്റ്റ് സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ കറക്റ്റ് ആക്കുമെന്ന് പഠിച്ചാലും മതി, അല്ലെങ്കിൽ സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നത് മാത്രം പഠിച്ചാലും മതി. സോ ഫേസ് 0 ഓഫ് റാപ്പിഡ് ഡീപോളറൈസേഷൻ, നമ്മുടെ ഇതിൻ്റെ ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ അങ്ങനെ ഒരുപാട് പഠിക്കുന്നുണ്ട്, അത്രയ്ക്കൊന്നും പോകണ്ട, സോഡിയം ചാനൽ ബ്ലോക്കേജ് എന്ന് മാത്രം പഠിച്ചാലും മതി. ആൻഡ് പൊട്ടാസ്യം കറണ്ട് റിഡക്ഷൻ. സോ ബേസിക്കലി ക്യൂനിഡിൻ റീപോളറൈസിങ് K+ കറണ്ട്. സോ K+ കറണ്ട് ഇല്ലേ, പൊട്ടാസ്യം കറണ്ട് ഇല്ലേ, പൊട്ടാസ്യം കറണ്ടിനെ കുറക്കുന്നു. ശേഷം പൊട്ടാസ്യം കറണ്ടിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഫർദർലി പോവുകയും ചെയ്യുന്നു. പിന്നെ കാൽഷ്യം ആൻഡ് ലേറ്റ് സോഡിയം കറണ്ട് എഫക്റ്റ് ഉണ്ട്. അതായത് L ടൈപ്പ് കാൽഷ്യം കറണ്ട്, അതായത് ICA എന്ന് പറയും. സോ L ടൈപ്പ് കാൽഷ്യം കറണ്ട് ICA ആൻഡ് ലേറ്റ് INA ഇൻവേർട്ട് കറണ്ട്, അതായത്
ഇൻവേർട്ട് സോഡിയവും ഇൻവേർട്ട് കാൽഷ്യവും എൽ ടൈപ്പ് കാൽഷ്യം കറണ്ടിന് എന്ത് ചെയ്യുന്നു, എഫക്റ്റ് കൊടുക്കും എന്നുള്ളതാണ് കാൽഷ്യം ആൻഡ് ലേറ്റ് സോഡിയം കറണ്ട് എഫക്റ്റും. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊളങ്ങേഷൻ, പിന്നെ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ പ്രൊലോങ് ഡ്യൂറേഷൻ ആയിട്ട് കൊടുക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ മേജർ പോയിന്റ് മാത്രം പഠിച്ചത്, സോഡിയം ചാനൽ ബ്ലോക്കേജ്, പൊട്ടാസ്യം കറണ്ട് റിഡക്ഷൻ, കാൽഷ്യം ആൻഡ് ലേറ്റ് സോഡിയം കറണ്ട് എഫക്റ്റ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊളോങ്ങേഷൻ, ഈ മേജർ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലാണ്ട് അകത്തുള്ള പഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഡോസേജ് നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിലീസ് ആണ് കേട്ടോ. പിന്നെ 200 mg ആൻഡ് 300 mg നമുക്ക് അവൈലബിൾ ആണ്. സോ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ് സിംറ്റം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറോട് പറയും എമർജൻസി ആണോ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു തരും, അതനുസരിച്ച് നമ്മൾ കഴിക്കാം. സോ ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറഗുലർ ഹാർട്ട് റേറ്റിനാണ് നമ്മൾ കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് കാർഡിയക് അരിത്തീമിയ. സോ കാർഡിയക് അരിത്തീമിയ വന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ വന്നാൽ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ആൻറ്റി മലറിയൽ ഡ്രഗ് ആണ്, അതുകൊണ്ട് തന്നെ മലേറിയയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ കോൺട്രാ ഇൻഡിക്കേഷൻ പറയുകയാണെങ്കിലോ ആർക്ക് കൊടുക്കാൻ പാടില്ല, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ. ത്രോംബോസൈറ്റോപീനിയ പർപ്യൂറി അസോസിയേറ്റ് വിത്ത് ക്യുനുഡിൻ. സോ ക്യുനുഡിൻ കാരണം വരുന്ന ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അത് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. മൈസ്തീനിയ ഗ്രാവിസ് ആണ്. ഇൻട്രാവെൻട്രിക്കുലർ കണ്ടീഷൻ കണ്ടക്ഷൻ ഡിഫക്റ്റ് ഉണ്ടാവും കേട്ടോ. മൈസ്തീനിയ ഗ്രാവിസ് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. ആൻഡ് കംപ്ലീറ്റ് AV ബ്ലോക്ക് ഉണ്ടാവും വിത്ത് ജംഗ്ഷൻ റിതം, അപ്പോൾ അതും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. ആൻഡ് കൺജന്റൽ ലോങ് QT സിൻഡ്രം. സോ QT സിൻഡ്രം ഉണ്ടാവാറുണ്ട്. അതായത് ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി, നമ്മുടെ ECG ഒക്കെ നോക്കുവാണെങ്കിൽ അബ്നോർമാലിറ്റി കാണിക്കും. സോ കൺജന്റൽ ലോങ് QT സിൻഡ്രം ഉണ്ട്. ഏതെങ്കിലും 2-3 നോക്കി തന്നെ വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ കാർഡിയക് സെല്ല്. കാർഡിയക് സെല്ല് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, സെയിം ആട്ടോ. നമ്മുടെ സോഡിയം ചാനൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നു, പൊട്ടാസ്യം കറണ്ട് ഇൻഹിബിഷൻ ഉണ്ടാകുന്നു, കാൽഷ്യം കറണ്ട് മോഡുലേഷൻ ഉണ്ടാകുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊലോങ്ങേഷൻ ഉണ്ടാകുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, അപ്പോൾ വീണ്ടും എടുത്ത് പറയണ്ട. നമ്മൾ എന്തിനാ പറയുന്നത്, ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ. സോ ഇതങ്ങ് പഠിച്ചങ്ങ് വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ കൺസിഡറേഷൻ ആണ്. ഇങ്ങനെയുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ല, ശ്രദ്ധിക്കേണ്ടത് കെയർഫുള്ളി അവരെ മോണിറ്റർ ചെയ്യുക. സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഡ്രഗ് ഇൻട്രാക്ഷൻസുകൾ നോക്കുക, റെഗുലർ ഫോളോ അപ്പ് ചെയ്യുക. സോ ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫൊന്നും അല്ല. കാര്യം ഓൾറെഡി നമുക്ക് ഈ ഡ്രഗ്സുകൾ അറിയാം, ഏതാ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഉണ്ട്, ആൻഡ് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഉണ്ട്. അതൊക്കെ നമ്മൾ ഹൈപ്പർ ടെൻഷനിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെ സെയിം റെപ്ലിക്കേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ പഠിച്ചെങ്കിൽ നമുക്ക് ഈ CVS ഫുള്ള് എളുപ്പമായിരിക്കും. നന്നായിട്ട് വായിക്കുക. അപ്പം നെക്സ്റ്റ് വേർഡ് കാണാം. താങ്ക് യു. ഇത് പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ കാർഡിയക് സെല്ല്. കാർഡിയക് സെല്ല് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, സെയിം ആട്ടോ. നമ്മുടെ സോഡിയം ചാനൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നു, പൊട്ടാസ്യം കറണ്ട് ഇൻഹിബിഷൻ ഉണ്ടാകുന്നു, കാൽഷ്യം കറണ്ട് മോഡുലേഷൻ ഉണ്ടാകുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊലോങ്ങേഷൻ ഉണ്ടാകുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, അപ്പോൾ വീണ്ടും എടുത്ത് പറയണ്ട. നമ്മൾ എന്തിനാ പറയുന്നത്, ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ. സോ ഇതങ്ങ് പഠിച്ചങ്ങ് വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ കൺസിഡറേഷൻ ആണ്. ഇങ്ങനെയുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ല, ശ്രദ്ധിക്കേണ്ടത് കെയർഫുള്ളി അവരെ മോണിറ്റർ ചെയ്യുക. സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഡ്രഗ് ഇൻട്രാക്ഷൻസുകൾ നോക്കുക, റെഗുലർ ഫോളോ അപ്പ് ചെയ്യുക. സോ ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫൊന്നും അല്ല. കാര്യം ഓൾറെഡി നമുക്ക് ഈ ഡ്രഗ്സുകൾ അറിയാം, ഏതാ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഉണ്ട്, ആൻഡ് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഉണ്ട്. അതൊക്കെ നമ്മൾ ഹൈപ്പർ ടെൻഷനിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെ സെയിം റെപ്ലിക്കേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ പഠിച്ചെങ്കിൽ നമുക്ക് ഈ CVS ഫുള്ള് എളുപ്പമായിരിക്കും. നന്നായിട്ട് വായിക്കുക. അപ്പം നെക്സ്റ്റ് വേർഡ് കാണാം. താങ്ക് യു.